ഐശ്വര്യ, നമ്മുടെ ഈ എം ഡിയുടെ ആദ്യത്തെ ദാമ്പത്യ ജീവിതം 11 വർഷം നീണ്ട ജീവിതം, അദ്ദേഹത്തിന്റെ മകളുടെ പേര് എന്തായിരുന്നു? സിത്താരയ്ക്ക് വീടിന്റെ പേരും സിത്താര എന്നാണ്. ഇപ്പോഴും താമസിക്കുന്ന വീട്ടിന്റെ പേര് സിത്താര എന്ന് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഡാൻസ് പഠിപ്പിക്കാൻ വന്ന ഈ കലാമണ്ഡലം സരസ്വതിയെ അദ്ദേഹം വിവാഹം കഴിച്ച കഥകളൊക്കെ ഞാൻ ഇന്നാണ് ഒരു വീഡിയോ ശരിക്കും പൂർണ്ണമായിട്ട് കേട്ടത്. ആ സ്ത്രീയുടെ പേര് പ്രമീള എന്നാണ് അല്ലേ? ആദ്യത്തെ ഭാര്യ പ്രമീള. അപ്പോൾ ആ സ്ത്രീയെ ആ സ്ത്രീയെ ഉപേക്ഷിച്ച് ഈ കലാമണ്ഡലം സരസ്വതി അദ്ദേഹത്തെ കല്യാണം കഴിക്കുമ്പോൾ വെച്ചിരുന്ന ഉപാധി അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് അവരെ താലി കെട്ടണം, അദ്ദേഹത്തിൻ്റെ ചേട്ടന്മാരുടെ അനുഗ്രഹം വേണമെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് ഒരു ചോറ് കഴിക്കണം എന്നൊക്കെയാണ് സരസ്വതി ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് സരസ്വതി പറഞ്ഞിരുന്നത്. അപ്പോൾ നാം ഇവിടെ പറയുന്നത് നമുക്ക് ഇന്നലെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ഒരു വിവാദം, രാജൻ ജോസഫ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ പറഞ്ഞത് പ്രമീള വയ്യാതെ കിടന്നിട്ട് ഇദ്ദേഹം കാണാൻ പോയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കിയത് ഇവർ തമ്മിൽ ഇപ്പം കലാമണ്ഡലം സരസ്വതിയും എം ടി വാസുദേവൻ നായരും തമ്മിൽ വളരെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. രണ്ടുപേരുടെയും സ്വാതന്ത്ര്യങ്ങൾ രണ്ടുപേരും കൈകടത്തിയിരുന്നില്ല. പിന്നെ നമ്മൾ പറഞ്ഞു വന്ന വിഷയം, അദ്ദേഹത്തിന്റെ മകൾ അദ്ദേഹത്തിന് അദ്ദേഹം ആശുപത്രിയിലായപ്പോൾ കാണാൻ വന്നിരുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ മകള് ആശുപത്രി കിടക്കയിൽ അദ്ദേഹത്തെ കാണാൻ വന്നു എന്ന് പറയുന്നു. പിന്നെ ഏതോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഐശ്വര്യ ഇങ്ങനെ എന്നെ കാണിച്ചു, അതെനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. സരസ്വതി ടീച്ചറുടെയും പ്രമീള ടീച്ചറുമായിട്ടുള്ള 11 വർഷത്തെ ദാമ്പത്യം എനിക്ക് തോന്നുന്നു 1965 കല്യാണം കഴിയുന്നു. 76 ഇവർ സെപ്പറേറ്റഡ് ആവുന്നു. അപ്പോൾ ഒരു 11 വർഷത്തോളം ഒരു ജീവിതം. അതെ. അത് കഴിഞ്ഞിട്ട് 67 സരസ്വതി ടീച്ചറെ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഈ 11 വർഷത്തെ ദാമ്പത്യത്തിനിടയ്ക്ക് അവർക്കുണ്ടാകുന്ന ആദ്യത്തെ കൺമണി സിത്താര. സ്വന്തമായിട്ടൊരു വീട് വെച്ചപ്പോഴും എം ഡി ആ വീടിന് പേരിട്ടതും ആ കുഞ്ഞിന്റെ പേര് തന്നെയായിരുന്നു സിത്താര. പക്ഷെ പിന്നീട് ഇങ്ങോട്ടുള്ള ഒരു അഭിമുഖങ്ങളിലും സിത്താര എന്ന് പറയുന്ന മകളെ പറ്റി അച്ഛൻ പരാമർശിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? അശ്വതി ശ്രീകാന്ത്, സരസ്വതി ടീച്ചറിലുള്ള മകൾ അശ്വതിയുടെ കുറെ ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ അറിയാം അച്ഛനെ പറ്റിയിട്ട് പറയുന്നതൊക്കെ. പക്ഷെ അതുപോലെ സിത്താരയ്ക്ക് അച്ഛൻ ആരായിരുന്നു, സിത്താര ഇവിടെ, അത് ഇന്നലെ ഒട്ടും ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരാളെ സിത്താര തന്നെയായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നലെ ഒരു ലക്ഷ്മി സുഭാഷ് എന്ന് പറയുന്ന ആള് ഇന്നലെ വന്നൊരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: പാണന്റെ വാഴ്ത്തുപാട്ടിന് അച്ചു നിരത്തുന്നവർ എത്ര കറുത്ത ശീലയിട്ട് മൂടിയാലും മറനീക്കി പുറത്തു വരുന്ന ചില സത്യങ്ങളുണ്ട്. ഏകപത്നി എന്നതുപോലെ ഒരു തീവ്രാനുരാഗത്തിന്റെ പരിശുദ്ധ പ്രണയത്തിന്റെ കഥ പറയുന്നത് പോലെ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുമ്പോൾ അല്പം നീതി അർഹിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവൾ ഒരാഴ്ചയ്ക്ക് മുന്നേ പിതാവിനെ കണ്ടു. അവളുടെ നാമത്തിലുള്ള വീട്ടിലാണ് മരിക്കുന്നത് വരെയും ആ എഴുത്തിന്റെ ആൺകരുത്ത് അന്തി ഉറങ്ങിയത്. അവളെ നൃത്തം പഠിപ്പിക്കാൻ വന്ന ഗുരുനാഥ പിന്നീട് ആ വീടിൻ്റെ കുടുംബിനിയായി. 11 വർഷം നീണ്ട ബന്ധത്തിലെ ആദ്യത്തെ കൺമണി സിത്താര, എം ടി പ്രമീള ദാമ്പത്യത്തിലെ ഏക മകൾ. ഈ സത്യം മറച്ചുവെക്കാൻ എന്തിനാണ് മാധ്യമങ്ങൾ മത്സരിക്കുന്നത്? വളർച്ചയിലെ പടവുകൾ കയറാൻ എം ഡിയെ സഹായിച്ചതിൽ വലിയൊരു സ്വാധീനം ഈ ബന്ധത്തിനുണ്ട്. അത് ആദ്യകാലത്ത് എം ഡി തന്നെ സമ്മതിച്ചിട്ടുമുണ്ട്. മലയാളത്തിലെ കരുത്തുറ്റ രചനകളുടെ ഉടയം തന്നെയാണ് എം ടി വാസുദേവൻ നായർ. പക്ഷേ ഇന്റർവ്യൂ എടുക്കാൻ പോയ ലേഖകന്മാർക്കും നവ എഴുത്തുകാർക്കും ഇദ്ദേഹത്തിൻ്റെ അഹന്തയുടെ താൻപോരുമയുടെ നിന്ദാധിക്ഷേപത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ടാകും. സത്യത്തിന് പെയിന്റ് അടിക്കാൻ ശ്രമിക്കരുത്. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമാ വിവാദത്തിൽ അന്നേരം പറഞ്ഞ മറുപടി അതെല്ലാം ഓർമ്മയിൽ വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ. മൺമറഞ്ഞ സാഹിത്യ പ്രതിഭയ്ക്ക് ആദരവ്. നിറം കലർത്തി ആ യഥാർത്ഥ രൂപത്തെ മറയ്ക്കരുത്. ആ പെൺകുട്ടിയുടെ പിതൃത്വവും മറയ്ക്കരുത്. ഇങ്ങനെയാണ് നമ്മുടെ ലക്ഷ്മി സുഭാഷ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലക്ഷ്മി സുഭാഷ് എന്ന് പറയുന്ന ലേഡി പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ വരികളാണത്. ഇപ്പൊ അതിൽ കേൾക്കുമ്പോൾ എവിടേക്കോ നമ്മുടെ നെഞ്ചിൽ തറയുന്നുണ്ട് ആ ഒരു കാര്യം. ഇന്നലെ നമ്മൾ പോലും ചർച്ചയിൽ എടുക്കാതിരുന്ന ഒരു പേരാണ് സിത്താരയുടെ. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഷാജൻ ഇന്ന് അദ്ദേഹത്തിന്റെ മറുനാടൻ മലയാളി ഷാജൻ സ്കറിയ പറയുന്നുണ്ട്. വിനു എബ്രഹാം എന്നൊരു കഥാകൃത്തുണ്ട്. അദ്ദേഹം എൻ്റെ സുഹൃത്താണ്, എനിക്കറിയാം, എൻ്റെ ഫേസ്ബുക്കിലെ ഫ്രണ്ടാണ് അദ്ദേഹം.
സുഹൃത്തുമാണ്. അപ്പോൾ അദ്ദേഹം ഇതുപോലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, മലയാളികൾ എന്തിന് MTയുടെ ഈ കാര്യങ്ങൾ ചകഞ്ഞു പോയി എന്ന്. ഇതിൻ്റെ മറുവശമായി അയാൾ പറയുന്നത്. പക്ഷേ ചകഞ്ഞു പോയത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ സാധാരണക്കാരനായ ഒരാളുടെ കാര്യമാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചകയില്ല. സെലിബ്രിറ്റീസിൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചകയുന്നവർ തന്നെയാണ് മലയാളികൾ. പക്ഷെ അതിനപ്പുറം നമ്മൾ മാതൃകയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ മനസ്സിലൊരു വിഗ്രഹമുള്ളയാളാണ് MD. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാളുടെ ചെറിയൊരു നെഗറ്റീവ് പോലും നമ്മളിൽ സ്വാധീനിക്കുന്നുണ്ട്. അതാണ് നമ്മളത് ചർച്ചയാക്കുന്നത്. അതിന്റെ ശരി തെറ്റുകളല്ല നമ്മൾ നോക്കിയത്, നമ്മളത് ചർച്ച ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിൽ പ്രമീള പറഞ്ഞിരിക്കുന്നത് പോലെ, പ്രമീള പറഞ്ഞത് ശരിയാണ് ലക്ഷ്മി പറഞ്ഞത് ശരിയാണ് എന്നുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്ക് മുന്നേ സിത്താര തൻ്റെ അച്ഛനെ കാണാൻ, MD വാസുദേവൻ നായരെ കാണാൻ വന്ന് മടങ്ങി എന്നാണ് പറയുന്നത്. ഇന്നലെ മരണസമയത്ത് വന്നതായിട്ട് അറിവില്ല നമുക്ക്. ഇന്നലെ ചടങ്ങുകളിലൊന്നും തന്നെ സിത്താരയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു മാധ്യമങ്ങളും സിത്താരയെ പറ്റി എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരാഴ്ചയ്ക്ക് മുമ്പ് വന്നു എന്ന് ലക്ഷ്മി ഇവിടെ പറയുന്നുണ്ട് എങ്കിൽ അത് ആധികാരികമായിരിക്കണം, നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ MD വാസുദേവൻ നായർ എന്ന് പറയുന്ന മനുഷ്യനെ പെയിന്റ് അടിച്ച് വെളുപ്പിക്കേണ്ട കാര്യം നമുക്കില്ല, ആർക്കും, മാധ്യമങ്ങൾക്ക്. അദ്ദേഹം ആരാണ്? അദ്ദേഹത്തിന്റെ എഴുത്തുകളെയാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, അദ്ദേഹത്തിന്റെ അക്ഷരത്തെയാണ് നമ്മളെല്ലാവരും പ്രണയിച്ചത്. അദ്ദേഹത്തിന് അതിനപ്പുറം താൻ പോരുമയുണ്ടോ, അദ്ദേഹം അഹങ്കാരിയാണോ, അഹന്തയുണ്ടോ, അതൊക്കെ എന്റെ അറിവിനപ്പുറമുള്ള കാര്യങ്ങളാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിലേക്കൊന്നും അതിനകത്തേക്ക് ഞാൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ അക്ഷരങ്ങളെ ഇപ്പോഴും സ്റ്റിൽ ഐ ലവ്. എനിക്ക് അദ്ദേഹത്തെ പ്രമീളയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത് അല്ലേ? പ്രമീള മകളല്ല, സിത്താര മകള്, പ്രമീള ഭാര്യ, ആദ്യ ഭാര്യയാണ് പ്രമീള, മകൾ സിത്താര. അപ്പോൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത് വന്നത് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അദ്ദേഹത്തിന്റെ മകൾ അദ്ദേഹത്തെ കാണാൻ വന്നു. പക്ഷേ ഇവിടെ എന്തുകൊണ്ടും എന്തോ എൻ്റെ ബാലിശമായ ചിന്തകളായിരിക്കാം, ആദ്യ ഭാര്യയോടും മകളോടും MD നീതി പുലർത്തിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും. എന്തൊക്കെയായാലും പുതിയ ഭാര്യ, ചേട്ടൻ പറഞ്ഞതുപോലെ രണ്ടാമത്തെ സരസ്വതി ടീച്ചർ നല്ല സ്ത്രീ ആയിരിക്കാം, നല്ല സ്ത്രീയാണ്. പ്രമീള എന്ന് പറയുന്ന സ്ത്രീയെ വീട്ടുകാർ ആലോചിച്ച് കല്യാണം കഴിച്ചു എന്നുള്ളതായിരിക്കാം. പക്ഷെ അദ്ദേഹം എഴുത്തുകാരനെ പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരുപാട് വശങ്ങൾ എന്തുമാകട്ടെ, പക്ഷെ ഒരു കലാകാരന്റെ മനസ്സിലുള്ള ഒരു നൈർമല്യം, ഒരു കലാകാരന്റെ നന്മ എന്ന് പറയുന്നത്, കലാകാരൻ കൂടിയാണല്ലോ അദ്ദേഹം, കലാകാരനാണല്ലോ അദ്ദേഹം. ചെറിയൊരു നന്മ, മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം. മരണശയ്യയിൽ കിടക്കുന്ന ഭാര്യ 11 വർഷം കൂടെ കഴിഞ്ഞ് 11 വർഷം വെച്ച് വിളമ്പി അദ്ദേഹത്തിനൊപ്പം നിന്ന്, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വളർച്ചയ്ക്ക് ഭാഗമായിട്ടുള്ള ഒരു ലേഡിയാണ്. ശരിക്കും ഒരു കാര്യം അറിയാവോ, ഈ MDയുടെ കാര്യം പറഞ്ഞല്ലോ, നമ്മൾ ഈ വ്യക്തി ജീവിതത്തിൽ ആരെയും, ഇപ്പം യേശുദാസ് എന്ന ഗായകനുണ്ട്. ഈ യേശുദാസിനെ കുറിച്ച്, യേശുദാസിൻ്റെ പാട്ട് നമുക്ക് ഇഷ്ടമാണ്. ഒരു ദിവസമെങ്കിലും യേശുദാസിൻ്റെ പാട്ട് മലയാളി അല്ലെങ്കിൽ ലോകം കേൾക്കാതിരിക്കില്ല. അദ്ദേഹം ഇവിടെ ഇന്ത്യയിൽ ഇല്ലതാനും, അദ്ദേഹം അമേരിക്കയിലുമാണ്. അപ്പം ഞാനിവിടെ പറയുന്നത്, യേശുദാസിൻ്റെ മോശം സ്വഭാവം നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. യേശുദാസിനെ കുറിച്ച് വളരെ മോശമായിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. വേറെ സ്ത്രീ വിഷയം അങ്ങനെയൊന്നുമില്ല, അദ്ദേഹത്തിന് പെരുമാറാൻ അറിയില്ല. യേശുദാസിന് പെരുമാറാൻ അറിയില്ല. ചില ആൾക്കാരോട് അദ്ദേഹം പെരുമാറുന്നതൊക്കെ അങ്ങനെ. ഞാൻ ഒരു വലിയ വ്യക്തിത്വമായതുകൊണ്ട് ഞാൻ ആ ഇൻസിഡൻറ്റിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവരൊക്കെ നമ്മൾ ഈ പൂജിക്കുന്ന ചില വിഗ്രഹങ്ങളുണ്ട്. ഈ വിഗ്രഹങ്ങൾ അടുത്ത് ചെല്ലുമ്പോഴാണ് അത് ഉടഞ്ഞ വിഗ്രഹവും നമ്മൾ അറിയുന്നത്. അങ്ങനെ നിരവധി വ്യക്തിത്വങ്ങളുണ്ട്. മരിച്ചുപോയ ONV കുറുപ്പ് എന്ന് പറഞ്ഞൊരു കവിയുണ്ട്. അദ്ദേഹം എത്ര വോട്ടിനാണ് തോറ്റതെന്നറിയോ തിരുവനന്തപുരത്ത്? എന്തുകൊണ്ടാണ് അദ്ദേഹം തോറ്റത്? അദ്ദേഹം ഒരു കവിയാണ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഗാനങ്ങളുണ്ട്. കവിത തുളുമ്പുന്ന അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്ന ആ പ്രേമഗാനം എത്ര മനോഹരമായ പാട്ടാണ്. മുരളി പാടി അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ബാക്കി എനിക്ക് പല്ലവി അനുപല്ലവി ഒന്നും വരാത്തതുകൊണ്ടാണ്. അപ്പോ അങ്ങനെ ഒരു മാത്ര വെറുതെ നനച്ചുപോയി എന്ന ആ ഗാനം. അതുപോലെ നിരവധി ഗാനങ്ങൾ എഴുതിയ ONVയും വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് എന്ന് തലസ്ഥാനവാസിയായ എനിക്ക് ഒരുപാട് കഥകൾ എനിക്കറിയാം. പെരുമ്പടവൻ ശ്രീധരൻ എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ സത്യമാണ് ഈ പറയുന്നത്. നമ്മൾ ഈ ചില ആൾക്കാർ വിഗ്രഹമായി കാണുന്നവരെ, ഈ വിഗ്രഹത്തെ അടുത്ത് ചെല്ലുമ്പോഴാണ് ഇത് ഉടഞ്ഞ വിഗ്രഹമാണ് എന്ന് നമ്മൾ ഇത് ഉടഞ്ഞ വിഗ്രഹമാണ് എന്ന് പറയുന്നവരെ വിഗ്രഹങ്ങൾ ഉടഞ്ഞു പോകും എന്ന് പറയും. വിഗ്രഹം ഉടയുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ കല്ലെറിഞ്ഞിട്ട് കാര്യമില്ല, നമ്മളൊരു ഫാക്ട് തന്നെ. MD എന്ന എഴുത്തുകാരൻ നമുക്ക് വളരെ ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെ ഒരു ആദ്യ ഭാര്യ ഉണ്ടായിരുന്നു എന്ന കഥ എല്ലാവർക്കും അറിയാം. ഈ മരണസമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ, അങ്ങനെ ഒരു ഭാര്യ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിന് ഒരു മകൾ ഉണ്ടായിരുന്നുവെന്നും മുഖ്യധാര മാധ്യമങ്ങൾ
മാധ്യമങ്ങൾ ഒളിപ്പിക്കേണ്ട കാര്യമില്ല. അത് ജീവിതത്തിൽ ഒളിപ്പിച്ചു എന്നതും ഞാൻ പറയട്ടെ, ഇപ്പൊ കലാകാരനാണെങ്കിലും അല്ലെങ്കിലും മനുഷ്യനാണെങ്കിൽ അവന് തെറ്റുകളുണ്ടാവും. നമ്മളാരും ദൈവങ്ങളല്ല. തെറ്റുകുറ്റങ്ങളുണ്ട്. പക്ഷെ മരണശയ്യയിലും സ്വന്തം ആദ്യ ഭാര്യ അല്ല ആരുമാകട്ടെ മരണശയ്യയിൽ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ കാണാൻ ചെല്ലാനുള്ള ഒരു മനുഷ്യത്വം, ആ ഒരു നൈർമല്യം. മകളുടെ ഈ ആദ്യത്തെ ഭാര്യയിലുള്ള മകള് കുട്ടിയുടെ പേര് സിതാര എന്നല്ല. ഈ കുട്ടിയുടെ കല്യാണത്തിന് അദ്ദേഹത്തിന്റെ ഈ രണ്ടാമത്തെ ഭാര്യയിലുള്ള ഇപ്പോഴുള്ള ഈ മകൾ അശ്വതിയുമായി അദ്ദേഹം കല്യാണത്തിന് പോയിട്ടുണ്ട് എന്ന് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കേട്ടു. അദ്ദേഹം കല്യാണത്തിന് പോയി തിരികെ വന്നിട്ട് ഈ ഭാര്യ ഒരക്ഷരം ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന് അന്ന് പോകാമായിരുന്നല്ലോ, അദ്ദേഹം അന്ന് പോയി. അപ്പോൾ ഞാൻ ഇന്നലെയും ചർച്ചയിൽ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഡിസിഷനാണ്. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. മനുഷ്യൻ്റെ പല മനസ്സിൻ്റെ സഞ്ചാരങ്ങളും. ഇപ്പോൾ ഭ്രാന്തൻ വേലായുധൻ എന്നൊരു കഥാപാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആ അസുരവിത്ത് എന്ന് പറയുന്ന സിനിമയാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല, അതാണോ എനിക്ക് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ഒരു ഭ്രാന്തൻ വേലായുധൻ, ഒരു ഭ്രാന്തൻ, പ്രേംനസീറാണ് ഭ്രാന്തനായിട്ട് അഭിനയിക്കുന്നത്. ഈ ഭ്രാന്തൻ വേലായുധൻ എന്ന ആ കഥാപാത്രത്തിന് മനസ്സിൻ്റെ പല വശങ്ങൾ, മനസ്സിൻ്റെ നാനാ തലങ്ങളെക്കുറിച്ച് എഴുതിയ ഈ മനുഷ്യന് സ്വന്തം മനസ്സിനെക്കുറിച്ച് എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? സ്വന്തം മനസ്സിനെ കുറിച്ച് എന്തുകൊണ്ട് അദ്ദേഹത്തിന് പ്രെഡിക്റ്റ് ചെയ്യാം? അദ്ദേഹം അതൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. നമ്മളാരും ചിന്തിക്കുന്ന പോലെയൊന്നുമല്ല. അദ്ദേഹത്തിന്റെ ഓരോ മനുഷ്യന്റെയും ചിന്തകളും ഇഷ്ടങ്ങളും അദ്ദേഹത്തിന്റെ ഒരു വാക്ക് വേറെ തന്നെയാണ്. ഐശ്വര്യക്ക് അറിയാമോ, നമ്മൾ ഇവിടെ നമ്മുടെ വരുന്ന, അതായത് ഇപ്പോൾ നമ്മൾ MDയുടെ ഈ ഒരു അദ്ദേഹത്തിന്റെ ഡിസിഷനാണ്. അപ്പോൾ അത് നമ്മൾ ഇന്നലെ ഒരു സംവിധായകൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഐശ്വര്യയാണ് അദ്ദേഹത്തിന് ഒരു പുസ്തകം കൊടുത്തു എന്നിരിക്കട്ടെ, സാർ എൻ്റെ പുസ്തകത്തിലൊന്ന് ഒപ്പിട്ട് തരണം, അല്ലെങ്കിൽ എൻ്റെ പുസ്തകത്തിന് ഒരു അവതാരിക തരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാകും. അദ്ദേഹം അത് ഓർമ്മിച്ചിരിക്കും. അദ്ദേഹം ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞ നമ്മുടെ അറിയുന്ന PG ജോൺസൺ എന്ന സംവിധായകൻ പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു നോവൽ ഇദ്ദേഹത്തിന് കൊടുത്തിരുന്നു. ബഹുമാനപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീറാണ് അതിന് അവതാരിക എഴുതി കൊടുത്തിരുന്നത്. എന്നിട്ട് അതിലൊരു കുറിപ്പ് ഇദ്ദേഹത്തിൻ്റെതായി ഉണ്ടായിരുന്നു. ഒരു ട്രെയിൻ യാത്രയിൽ ഇദ്ദേഹത്തിനെ വീണ്ടും കണ്ടു, ഷൊർണൂർ വെച്ച് കണ്ടപ്പോൾ ഇയാൾ ഓർത്തെടുത്തു. MDയുടെ ഓർമ്മയാണ് പറയുന്നത്. എത്രയെങ്കിലും നാളുകൾക്ക് ശേഷം ആ നോവലിൻ്റെ പേര് വരെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കുന്നത് വളരെ കുറവായിരുന്നു. MD അന്തർമുഖനായിരുന്നു, അധികം സംസാരിക്കാത്ത വ്യക്തിയായിരുന്നു. MDയുടെ കുറിച്ച് ഇപ്പോൾ ഒരു അതും കൂടെ നമുക്ക് ഇതിൽ പറഞ്ഞുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാം. എത്ര മക്കളെന്നറിയാം? MDയുടെ ചേട്ടന്മാരും MDയൊക്കെ കൂടെ 5 മക്കളുടെ അവസാന പുത്രൻ കണ്ടാണ്. MDയുടെ അമ്മ ഗർഭത്തിൽ വെച്ച് തന്നെ അലസാൻ തീരുമാനിച്ച ഒരു കുട്ടിയാണ്. അങ്ങനത്തെ ഒരു ബീജമായിരുന്നു MD. എന്നിട്ട് ആ MD ജനിക്കുന്നു. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം ജീവിതത്തിന് പടവെട്ടിയാണ്. അദ്ദേഹം ഒരു നല്ല ഭക്ഷണം പോലും അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് പറ്റാത്ത. അതായത് പണ്ട് പട്ടിണി ഒരു വിഷയമായിരുന്നു. ഐശ്വര്യ, ഇന്ന് പട്ടിണി ഒരു വിഷയമേ അല്ല. പിറന്നാൾ ദിവസമെങ്കിലും എനിക്ക് കഞ്ഞിക്ക് പകരം ഊണ് തരുമോ എന്ന് ചോദിച്ചാൽ അത്രത്തോളം ജീവിതത്തിന്റെ ഒരുപാട് വശങ്ങൾ കണ്ടൊരു എഴുത്തുകാരനാണ് ആ മനുഷ്യൻ. അപ്പൊ അദ്ദേഹം ഒരു വേള അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ ഉപേക്ഷിച്ചെങ്കിൽ രണ്ടുപേരും കൂടെ തീരുമാനിച്ചെടുത്തതല്ലേ. നൃത്തം പഠിപ്പിക്കാമെന്ന കേവലം ഒരു സ്ത്രീയെ ആയിരിക്കില്ല അദ്ദേഹം കല്യാണം കഴിച്ചത്. അവരുടെ ഡിവോഴ്സോ അവരുടെ കാര്യങ്ങളോ ഒന്നും അല്ല നമ്മളുടെ വിഷയം. പക്ഷെ സിതാര എന്ന് പറയുന്ന മകൾക്കും ഈ അച്ഛൻ്റെ മരണ സമയത്ത് ആ മകൾക്ക് കിട്ടേണ്ട ഒരു പരിഗണനാ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരെ നമ്മളെ മനഃപൂർവ്വം മറന്നു കളഞ്ഞോ എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ് അവിടെ. അല്ല, ഇതിൽ എനിക്ക് പറയാനുള്ളൊരു സംഗതി എന്ന് വെച്ചാൽ, ഇതിപ്പോൾ നമ്മൾ എത്ര തന്നെ ചർച്ച ചെയ്താൽ ഈ വിഷയം തീരില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ നോർമൽ ലൈഫ്, അദ്ദേഹത്തിന് ഇന്നലെ നമ്മുടെ വീഡിയോയിൽ പിന്നെ താഴെ ഒരു കമൻറ്റ് ഞാൻ കണ്ടു, ചേട്ടൻ ഇതിനെയൊക്കെ പറഞ്ഞങ്ങ് കോംപ്രമൈസ് ചെയ്യുന്നു. ഞാൻ ഈ പറഞ്ഞതിനെ കാര്യം എനിക്ക് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു വലിയ എഴുത്തുകാരനാണ്. അദ്ദേഹം മനുഷ്യ മനസ്സിനെ കുറിച്ച് ഒക്കെ പിന്നെ എഴുതി അദ്ദേഹത്തിന് അറിയാം. മനുഷ്യ മനസ്സിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അദ്ദേഹം ഈ കലാമണ്ഡലം സരസ്വതിയെ വിവാഹം കഴിച്ചെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ ഉപേക്ഷിച്ചത്. അതൊരു വലിയ തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത് അദ്ദേഹത്തിൻ്റെ ഡിസിഷനാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് പോയി. ഭാര്യ വയ്യാതെ കിടന്നപ്പോൾ കാണാതെ പോയിരുന്നില്ല. അതിൻ്റെതായ കാരണങ്ങളുണ്ടാകും. കാര്യം അവർ അഡ്ജസ്റ്റ്മെന്റ് ജീവിതമായിരുന്നു. അവർ രണ്ടുപേരും, കലാമണ്ഡലം സരസ്വതി അദ്ദേഹം തമ്മിലുള്ള ജീവിതം അങ്ങനെയായിരുന്നു. ഒരു മകളല്ലേ ഉള്ളൂ, അശ്വതി എന്നൊരു മകളല്ലേ ഉള്ളൂ. അശ്വതി എന്ന് പറയുന്ന ഒരു മകൾ കലാമണ്ഡലം സരസ്വതിയിലുള്ളത്. അത് നമ്മൾ ആരും അറിയാത്ത നിരവധി ഇങ്ങനെയുള്ള 2 ഭാര്യമാരൊക്കെയുള്ള നിരവധി എഴുത്തുകാരൊക്കെ നമ്മൾ ആ രീതിയിൽ ഇപ്പൊ ചർച്ച പോയാലും നമ്മൾ ഈ ചേട്ടൻ പറഞ്ഞതുപോലെ എത്തില്ല. കാര്യം ഇന്നത്തെ സമൂഹം അങ്ങനെയാണ്. മനുഷ്യൻ മരണത്തിലൂടെ മഹത്വവൽക്കരിക്കപ്പെടും. അതൊന്നും തെറ്റാണെന്നുള്ളതല്ല നമ്മൾ ഇവിടെയും പറയുന്നത്. നമ്മൾ ലക്ഷ്മി സുഭാഷിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ മുൻനിർത്തി നമ്മൾ ഇതിനെ ഒന്ന് ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒരാള് നമ്മൾ മനുഷ്യനെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഈ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുള്ള ഒരു ലോകമാണ്. പിന്നെ സാമൂഹ്യ മാധ്യമം ഇത്രാമത്തെ നൂറ്റാണ്ടിൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമം ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഷയമായി ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ മരിക്കുന്നതിന്
മുമ്പ് തന്നെ വേറെയും പലതും ഇതിനകത്ത് വന്നു വിടാം. അപ്പോൾ ഈ സാമൂഹ്യ മാധ്യമവും പോകും. ഇതിൻ്റെ ഒരു എക്സ്ട്രീമിസം എന്തായാലും എല്ലാത്തിനും ഉണ്ടാവും. അപ്പോൾ ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹത്തിൽ ഇതൊക്കെ ഒരു തെറ്റാണ്, തെറ്റ് എന്ന് നമുക്ക് സ്ഥാപിക്കുന്നതിനോട് എനിക്ക് യോജിപ്പുറവുണ്ട്. കാര്യം ഇപ്പം ഞാൻ പറയട്ടെ, യേശുദാസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ONV കുറിച്ച് പറഞ്ഞു, പെരുമ്പടവ് ശ്രീധരനെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം മഹത്തായ വ്യക്തിത്വങ്ങളാണ്. ഇവരെയൊക്കെ ഇന്ന് നമ്മൾ പോയി കെട്ടിപ്പിടിക്കാൻ പോകുന്നില്ല. ഇപ്പം യേശുദാസിൻ്റെ പാട്ട് എനിക്ക് കേട്ടാൽ മതി, പെരുമ്പടവത്തിൻ്റെ വായിച്ചാൽ മതി, ഞാൻ പിന്നെ വേറെ ONVയുടെയും കവിതകൾ എനിക്ക് വായിച്ചാൽ മതി, അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ പാട്ട് കേട്ടാൽ മതി. എനിക്ക് അവരാരെയും പോയി കെട്ടിപ്പിടിക്കണ്ട, നമ്മൾ ആരും പോയി കെട്ടിപ്പിടിക്കണ്ട. അവരുടെ ജീവിതത്തിൽ ഇപ്പം MDയെ നിങ്ങൾ മാതൃകയും ആക്കണ്ട. MD അങ്ങനെ ഭാര്യയെ ഉപേക്ഷിച്ചെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ, നമ്മൾ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളെ കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ അത് പിന്നെ സമൂഹമല്ലേ, നമ്മൾ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നവർ ചർച്ച ചെയ്തോട്ടെ. പിന്നെ ഒരു വേള ഐശ്വര്യയ്ക്ക് അങ്ങനെ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ മകൾ കാണാൻ വന്നത്, അതിനെ ഫേസ്ബുക്ക് പോസ്റ്റ്, അതിലുമൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഒരു നൈമിഷികത ഉണ്ട് എന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ പക്ഷവും ഞാൻ ചേരുന്നു. നന്ദി, നമസ്കാരം.